നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ അടുത്തിടെ ക്രിസ്റ്റഫർ ലാംഗർ എന്ന് പറഞ്ഞ ഒരാള് എങ്ങനെയാണ് നമ്മുടെ റിയാലിറ്റി വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരികയുണ്ടായി. ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ ആകാംക്ഷ ഉണ്ടാവും, ആരാണ് ഈ ക്രിസ്റ്റഫർ ലാംഗർ എന്ന്. ഇദ്ദേഹം അമേരിക്കയിലെ ഒരു നൈറ്റ് ക്ലബിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ബൗൺസർ അല്ലെങ്കിൽ ഒരു ബോഡി ഗാർഡ് ആയിരുന്നു. ഈ ഒരു ബൗൺസർ അല്ലെങ്കിൽ ഈ ഒരു ബോഡി ഗാർഡ് റിയാലിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇതിനെന്താണ് ഇത്രയും പ്രസക്തി എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായും വേറൊരു സംശയം ഉണ്ടായേക്കാം. ഇദ്ദേഹം വെറും ബൗൺസർ മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഐക്യമുള്ള ഒരാളാണ് ക്രിസ് ലാംഗൻ. ഇദ്ദേഹത്തിന്റെ ഐക്യം എന്ന് പറയുന്നത് 200 മുതൽ 210 ആ ഒരു റേഞ്ചിലാണ്. അതായത് സാധാരണ ഒരു മനുഷ്യന്റെ ഐക്യം എന്ന് പറയുന്നത് 100, 110 ആ ഒരു റേഞ്ചിലാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ, വലിയ ശാസ്ത്രജ്ഞനായിരുന്ന ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഐക്യു വരെ 150 തൊട്ട് 160 വരെ റേഞ്ചിലായിരുന്നു. ഈ ക്രിസ് ലാംഗൻ ഒരു റിയാലിറ്റിനെ കുറിച്ചിട്ട് ഒരു തിയറി ഉണ്ടാക്കി. അതിനെ വിളിക്കുന്ന പേര് ദ കോഗ്നിറ്റീവ് തിയററ്റിക് മോഡൽ ഓഫ് ദി യൂണിവേഴ്സ് എന്നാണ്, അതായത് CTMU. ഇതിലെ അദ്ദേഹം എങ്ങനെ റിയാലിറ്റി വർക്ക് ചെയ്യുന്നു എന്നത് 5 പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ അയാൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. റിയാലിറ്റി എങ്ങനെയാണെന്ന് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ റിയാലിറ്റീനെ മാറ്റാം. അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ കുറേയധികം പുരോഗതി കൈവരിക്കാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു തരുന്ന ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് യു ആർ റിയാലിറ്റി ഇറ്റ് സെൽഫ്. നിങ്ങൾ തന്നെയാണ് ഈ റിയാലിറ്റി അല്ലെങ്കിൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഈ റിയാലിറ്റിക്ക് അല്ലെങ്കിൽ ഈ യാഥാർത്ഥ്യത്തിന് ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം ഉണ്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? ഈ ഒരു യാഥാർത്ഥ്യം അത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അതായത് അവർ ഇന്റേണൽ വേൾഡ് ക്രിയേറ്റ്സ് അവർ എക്സ്റ്റേണൽ വേൾഡ്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ മിറർ പ്രിൻസിപ്പിൾ എന്ന് പറയാം. നമ്മളൊരു മിററിൽ, ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ എന്താണ് നമ്മൾ കാണുന്നത്? നമ്മുടെ ഒരു ഇമേജ്. പക്ഷേ ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ള, നമ്മൾ തന്നെ വിശ്വസിക്കുന്ന പല ബിലീഫ് സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഇമേജാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്റേണൽ വേൾഡിനെ നമുക്ക് മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ ഔട്ടർ വേൾഡ് മാറുന്നു, അല്ലെങ്കിൽ നമ്മുടെ റിയാലിറ്റി മാറുന്നു എന്നുള്ളതാണ്. ഇത്രയും നമ്മൾ ആലോചിച്ചാൽ മതി ഇതിന്റെ ഒരു പവർ, ഇതിന്റെ ആ ഒരു ശക്തി മനസ്സിലാവാനായിട്ട്. അതായത് ഇപ്പോൾ എൻ്റെ ഉള്ളില് ഞാൻ കൊണ്ടു നടക്കുന്ന ചില വിശ്വാസങ്ങളുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ ലോകത്തെ കാണുന്നത്. അതായത് ഒരു കുട്ടി ജനിച്ച് ആ കുട്ടിയുടെ ഉള്ളിലേക്ക് ചില ബിലീഫ് സിസ്റ്റം കടന്നു വരുന്നു. ഒരു 8-9 വയസ്സ് വരെ ആ കുട്ടി ഔട്ടർ വേൾഡിൽ നിന്നാണ് പല കാര്യങ്ങളും ഉള്ളിലേക്ക് എടുക്കുന്നത്. പക്ഷേ ഇവിടെ ആ ഒരു കുട്ടി ഇത് മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ഇന്റേണൽ വേൾഡിലാണ് ഈ എല്ലാ ക്രിയേഷനും നടക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വലുതായി കഴിഞ്ഞിട്ടാണ് ഇത് മനസ്സിലാക്കുന്നതെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ആ റിയാലിറ്റിനെ മാറ്റി എഴുതാൻ സാധിക്കുന്നുള്ളതാണ്. നമ്മുടെ ഇന്റേണൽ വേൾഡാണ് ഈ ഒരു എക്സ്റ്റേണൽ വേൾഡിനെ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ വേൾഡ്, അതുപോലെ തന്നെ ഒരു റിയാലിറ്റി ബിൽഡ് ചെയ്തുകൂടാ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ഇനി പറയാൻ പോകുന്ന പല പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്. അതെന്താണ് നമുക്ക് നോക്കാം. റിയാലിറ്റി ഈസ് എ കോഡ്. അതായത് റിയാലിറ്റി എന്ന് പറയുന്നത് ഒരു കോഡാണ്. ഇപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാം അറിയുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അറിയാം, കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം കീവേഡ്സും കമാൻഡ്സും സിൻടാക്സും ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു സംഭവമാണ്. ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ആലോചിച്ചാൽ മതി. നമ്മുടെ ഈ ഓരോ മോമെന്റിനെയും അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഈ ഒരു നിമിഷത്തെയും നിയന്ത്രിക്കുന്ന എന്താണ്? നമ്മുടെ ചിന്തകളും അതുപോലെ തന്നെ നമ്മുടെ വികാരങ്ങളുമാണ്. ഓക്കെ, ഈ പറയുന്ന ചിന്തയും വികാരത്തെയും ഒരു കോഡായിട്ട് കാണുക. അപ്പോൾ ഈ ഒരു കോഡ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വർക്ക് ചെയ്യുന്നത് ഏകദേശം ഫിലിം ആൻഡ് സ്ക്രിപ്റ്റ് മോഡലാണെന്ന് പറയാം. എന്താണ് ഈ ഫിലിം ആൻഡ് സ്ക്രിപ്റ്റ് മോഡൽ? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ മൂവീസ് എടുക്കാറുള്ളത് ഫിലിമിൽ ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. അത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാ? അതിലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. ആ സ്ക്രിപ്റ്റിന്റെ ബേസിസിലാണ് ആ ഫിലിമിൽ അവർ റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ഫിലിമിൽ എന്താണുള്ളത്? ഓരോ മോമെന്റിലെയും ഓരോരോ ഇമേജുകളാണ്, അല്ലേ? ഈ ഇമേജുകൾ പ്രൊജക്ടറിൽ ഓടിക്കുമ്പോൾ, ഒരു പർട്ടിക്കുലർ സ്പീഡിൽ ഓടിക്കുമ്പോൾ അതൊരു മൂവി, ചലച്ചിത്രമായി മാറുന്നു. ഇതുപോലെ എൻ്റെ ഈ ഒരു മോമെന്റിൽ എൻ്റെ ഇപ്പോഴത്തെ വികാരം എന്ന് പറയുന്നത് ഒരു സ്റ്റില്ലായിട്ട് മനസ്സിലാക്കുക. ഇത് കഴിഞ്ഞ് ഇനി ഞാൻ അടുത്തൊരു മോമെന്റിൽ കിടക്കുമ്പോൾ എൻ്റെ ആ മോമെന്റിൽ എൻ്റെ തോട്ട്സ് അതുപോലെ തന്നെ എൻ്റെ ആക്ഷൻസ് അത് അടുത്തൊരു സ്റ്റില്ലായിട്ട് കാണുക. എന്നിട്ട് ഈ എല്ലാ സ്റ്റിൽസും ഒരുമിച്ചൊന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, ഈ ഒരു പ്രൊജക്ടറിൽ കൂടെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് എൻ്റെ മൂവി എന്ന് പറയുന്നൊരു സംഭവം, അല്ലേ? അപ്പോൾ എന്നിലൂടെ വരുന്ന തോട്ട്സ് ആൻഡ് ഇമോഷൻസിനെ ഞാൻ റൺ ചെയ്യുമ്പോഴാണ് എൻ്റെ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സ്ക്രിപ്റ്റ് അവിടെ റണ്ണാവുന്നത് ഒരു ഫിലിമിൽ കൂടെ. അപ്പോൾ ഇവിടെ എൻ്റെ ഈ ഒരു റിയാലിറ്റീനെ നിയന്ത്രിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഒരു മൊമെൻ്റാണ്. ഇങ്ങനത്തെ ഓരോരോ മൊമെൻറ്റുകളും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓരോ മൊമെൻറ്റിലും ഞാൻ വളരെ ജോയ്ഫുൾ ആയിട്ടിരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഓരോ മൊമെൻറ്റിലും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ചില നല്ല പോസിറ്റീവ് തോട്ട്സ് എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ
ഞാൻ ബിൽഡ് ചെയ്യുന്ന എൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും. ഞാനൊരു വേറൊരു വീഡിയോയിൽ പറഞ്ഞു, നമ്മുടെ ചിന്തകളേക്കാൾ കൂടുതലാണ് നമ്മുടെ ഇമോഷൻസിനുള്ള പ്രസക്തി എന്ന്. കാരണം നമ്മുടെ ഇമോഷൻസ് എന്ന് പറയുന്നത് വളരെ പരിമിതമായിട്ടുള്ള ഒരു കൗണ്ടാണ്. അപ്പോൾ ആ പരിമിതമായിട്ടുള്ള ഒരു കൗണ്ടിലെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു വികാരങ്ങളായിട്ടുള്ള സ്നേഹം, അൺകണ്ടീഷണൽ ലവ്, അല്ലെങ്കിൽ ജോയ്, ആനന്ദം, ഇവയൊക്കെ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഇമോഷൻ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ അതിനനുസരിച്ചുള്ള നല്ല നല്ല ചിന്തകൾ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു റിയാലിറ്റി ആയിരിക്കും നമ്മൾ ബിൽഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ റിയാലിറ്റി എന്ന് പറയുന്നത് ഒരു കോഡാണ്. ആ ഒരു കോഡ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കോൺഷ്യസ്ലി, ബോധപൂർവ്വം നമുക്ക് മാറ്റാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിയാലിറ്റി അത്രയ്ക്കും വളരെ നല്ലൊരു റിയാലിറ്റിയായി മാറും എന്നുള്ളതാണ്. ക്രിസ് ലാംഗൻ പറഞ്ഞു തരുന്ന മൂന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മൈൻഡ് ആൻഡ് മാറ്റർ ആർ വൺ. നമ്മുടെ മനസ്സ് എന്ന് പറയുന്നൊരു സംഭവം, പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ മാറ്റർ എന്ന് പറയുന്ന സംഭവം, രണ്ടും ഒന്ന് തന്നെയാണ്. ഇത് തന്നെയാണ് വേദങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ പറയുന്നത്. ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല ഉപയോഗിച്ചിട്ട് ഞാനിത് പ്രൂവ് ചെയ്യാൻ പോവാണ്. പക്ഷേ ഈ ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല പ്രൂവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചില അസംഷൻസ് നമുക്ക് ഉണ്ടാവണം. ആ അസംഷൻസ് എന്ന് പറയുന്നത് ഞാൻ ശാസ്ത്രീയമായിട്ടുള്ള അസംഷനും കൊണ്ടുവരുന്നുണ്ട്, നമ്മുടെ വേദങ്ങളിൽ നിന്നുള്ള അസംഷനും ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു യൂണിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെയുള്ളത് മാറ്ററും എംപ്റ്റി സ്പേസും ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. മാറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സംഭവമാണ് ഈ മാറ്റർ. ഒരു മാറ്ററിൻ്റെ, അതായത് നമുക്ക് കാണാൻ പറ്റുന്ന ഈ വസ്തുക്കളുടെ 99.999% എംപ്റ്റി സ്പേസ് അല്ലെങ്കിൽ ശൂന്യമാണെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ഇവിടെയാണ് ഈ പറയുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറി, ആ ഒരു ഫോർമുല എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു മൈൻഡ് അല്ലെങ്കിൽ മനസ്സ് എന്ന് പറയുന്നത് മാറ്റർ ആണെന്നുള്ളത്. നമുക്ക് ഈ ഗണിതശാസ്ത്രത്തിൽ തന്നെ നെഗറ്റീവായിട്ടുള്ളൊരു റൂളുണ്ട്. അതായത് A+B=C ആണെങ്കിൽ മൈനസ് ഓഫ് A+B എന്ന് പറയുന്നത് -C ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പുരാണങ്ങളിൽ, വേദങ്ങളിൽ പറയുന്നുണ്ട് നമ്മുടെ മനസ്സിനെ ശൂന്യമായിട്ടുള്ളൊരു അവസ്ഥേനെയാണ് സമാധി എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. മൈൻഡ് = മാറ്റർ അല്ലെങ്കിൽ മൈൻഡ് ഇല്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്, സമാധി എന്ന് പറയുന്നത് ഒരു ശൂന്യമായൊരു അവസ്ഥയാണെന്ന് വേദങ്ങളും പറയുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും പൊരുത്തപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് തീർത്തും പറയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്ക് മൈൻഡും മാറ്ററും ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹമുള്ള എന്ത് കാര്യവും, എനിക്ക് വളരെ ഹെൽത്തി പേഴ്സൺ ആവണം എന്നുള്ളതാണെങ്കിൽ അത് എന്നിൽ നിന്ന് മാറി നിൽക്കുന്നൊരു സംഭവമല്ല, അതിലേക്ക് എനിക്ക് എത്തിപ്പെടാൻ സാധിക്കും. സമ്പന്നനാവുക എന്നുള്ളത് അത് മാറി നിൽക്കുന്നൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു സംഭവമല്ല, എനിക്ക് അതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. ഡേവിഡ് ആർ ഹോക്കിൻസ് പറയുന്ന ഒരു സംഭവമാണ് ഈ ലോകത്ത് ഒരേ ഒരു മൈൻഡേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇതും ഈ പറയുന്ന ഒരു ഫോർമുലയായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. ക്രിസ് ലാംഗൻ പറയുന്ന നാലാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, യൂണിവേഴ്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂലി ഇവോൾവിങ്, അതായത് എപ്പോഴും കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ എടുത്താൽ തന്നെ എങ്ങനെയാണ് ഈ ഒരു ഹ്യൂമൻ ആയി വന്നത്, ഒരു എവല്യൂഷൻ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ ഇവിടെ ഈ ഒരു എവല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഇൻറ്റേർണലി നമ്മൾ കൊടുക്കുന്ന ചിന്തകളുടെ അടിസ്ഥാനത്തിൽ, നമ്മൾ കൊടുക്കുന്ന ചില തോട്ട്സ് ആൻഡ് ഫീലിങ്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ റിയാലിറ്റീനെ മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് ഓരോ ദിവസവും അന്നത്തെ ദിവസം അവസാനിക്കാൻ പോകുന്നതിന് മുമ്പ്, അതായത് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക, ഞാൻ എങ്ങനെയുള്ളൊരു വ്യക്തിയാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ചില ചിന്തകൾ ഡെയിലി നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഒരു റിഫൈൻമെൻറ്റ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ബൈ ഡേ ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് കുറേ കൂടി റിഫൈൻഡ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഓരോരോ സോഫ്റ്റ്വെയറിൻ്റെ പല പല അപ്ഗ്രേഡ്സ് നടക്കുന്നുണ്ട് ഇല്ലേ? ഇതുപോലെ തന്നെ നമുക്കും നമ്മുടെ ഉള്ളിലെ നമ്മുടെ ആവശ്യമായിട്ടുള്ള നമുക്ക് എന്താണോ മാറേണ്ടത്, എങ്ങനെയായി തീരണം എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് മാറാനായിട്ട് കുറേ കൂടി എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ആ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ക്രിയേഷൻ = അറ്റൻഷൻ. ക്രിയേഷൻ, എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് അറ്റൻഷൻ അല്ലെങ്കിൽ ശ്രദ്ധ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ കൂടെയാണ്. വളരെയധികം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നിയേക്കാം. അതായത് എൻ്റെ ഈ ഒരു മൊമെന്റിൽ എൻ്റെ അറ്റൻഷൻ, എൻ്റെ ശ്രദ്ധ എന്തിലേക്കാണ് ഞാൻ കൊടുക്കുന്നത്, അത് എനിക്ക് ഉപകരിക്കുന്ന രീതിയിലുള്ള, എനിക്ക് കുറേ അധികം സന്തോഷം തോന്നുന്ന അല്ലെങ്കിൽ അബണ്ടൻസ് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളിലേക്കാണോ, അതല്ലെങ്കിൽ മറ്റാളുകളെ ബ്ലെയിം ചെയ്യുന്ന വിക്റ്റിമായിട്ടുള്ള രീതിയിലുള്ള ഒരു രീതിയിലാണോ? പക്ഷെ ഈ ഒരു ക്രിയേഷൻ നടക്കുന്നത് എങ്ങനെയാണ്? അതിനുപയോഗിക്കുന്ന ആ ഒരു വേർഡ് എന്ന് പറയുന്നത് അയാം, ഞാനാകുന്നു എന്നുള്ളതാണ്. നേരത്തെ ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞു മൈൻഡ് ആൻഡ് മാറ്റർ ആർ വൺ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ക്രിയേഷൻ എന്ന് പറയുന്നത് അറ്റൻഷനാണ്, ശ്രദ്ധയാണെങ്കിൽ
ഇവിടെ ഐ ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്നിലേക്ക് ഞാൻ അഫേം ചെയ്യുകയാണെങ്കിൽ, അതായത് ഏറ്റു പറയുകയാണെങ്കിൽ, ദൃഢപ്രതിജ്ഞ ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിലേക്ക് ആയിത്തീരുമെന്നുള്ളതാണ് ഒരു വാസ്തവം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ക്രിയേഷൻ നടക്കുമ്പോൾ അത് 4 തലത്തിൽ സംഭവിക്കാം. ആ 4 തലങ്ങൾ ഏതൊക്കെയാണ്? അതിലൊന്നാമത്തെ തലം എന്ന് പറയുന്നത്, ഏറ്റവും ഔട്ടർ ലെവൽ എന്ന് പറയുന്നതാണ് ആക്ഷൻ. ഇപ്പം എനിക്ക് സമ്പന്നനാവണം എന്ന് വിചാരിച്ചുകൊണ്ട് ചില ആക്ഷൻസ് ഞാൻ ചില വീഡിയോസ് കണ്ടതിൻ്റെ ബേസിസിൽ ചെയ്യുന്നു. പക്ഷേ ആ ആക്ഷൻസ് ചെയ്തിട്ടും അത് അത്രയും ഇഫക്റ്റീവ് ആവണം എന്നില്ല. അതെന്തുകൊണ്ടാണ്? കാരണം ഈ ആക്ഷൻസ് എന്ന് പറയുന്നത് പുറപ്പെടുവിക്കുന്ന സംഭവമാണ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. നമ്മുടെ ചിന്തകളുടെയും ഇമോഷൻസിൻ്റെയും അടിസ്ഥാനത്തിലാണ് ചില ആക്ഷൻസ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ തോട്ട്സ് ആൻഡ് ഫീലിങ്സിനെ നിയന്ത്രിക്കുന്നത് എന്താണ്? ബിലീഫ്സ്, അതായത് നമ്മുടെ വിശ്വാസങ്ങൾ. അതായത് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ചിന്തകൾ പ്രവർത്തിക്കുന്നത്, നമ്മുടെ വികാരങ്ങൾ ഉണ്ടാവുന്നത്. അതിൻ്റെ ബേസിസിലുള്ള ആക്ഷൻസ് ആണ് നടക്കുന്നത്. അപ്പോൾ ഈ തോട്ട്സ് ആൻഡ് ഫീലിങ്സിൻ്റെയും ഏറ്റവും ഉള്ളിൽ കിടക്കുന്ന ഒരു സംഭവമാണ് ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന ഒരു കാര്യം. അതെന്താണ്? ഐഡൻറ്റിറ്റി, അതായത് വ്യക്തിത്വം. എൻ്റെ ഐഡൻറ്റിറ്റിയിൽ ഞാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് ഒരിക്കലും എൻ്റെ വിശ്വാസത്തിൽ, എൻ്റെ ബിലീഫ് സിസ്റ്റത്തിൽ ഞാനൊരു സ്മോക്കറാണ് അല്ലെങ്കിൽ ഞാനൊരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ളൊരു ചിന്ത ഉണ്ടാവില്ല. അല്ലെങ്കിൽ അതിനു വേണ്ടി ഞാനൊരു സ്മോക്കിംഗ് ഉള്ളൊരു സ്വഭാവമുള്ള ഒരാളായിട്ട് അത് ക്വിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി എൻ്റെ ഐഡൻറ്റിറ്റിയിൽ ഐ ആം എ ഹെൽത്തി പേഴ്സൺ എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഐ ആം എ വെൽത്തി പേഴ്സൺ എന്നുള്ളതാണ് എൻ്റെ ഐഡൻറ്റിറ്റി ലെവലിലേക്ക് ഞാൻ കോയിൻ ചെയ്തിട്ടുള്ളതെങ്കിൽ ഒരിക്കലും പിന്നെ ഞാൻ അബണ്ടൻസ് ഇല്ല എന്നുള്ളൊരു തോട്ട്സ് എനിക്കുണ്ടാവില്ല. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ആക്ഷൻസ്, പ്രവൃത്തികളും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വലിയ മാറ്റങ്ങൾ നമ്മുടെ റിയാലിറ്റിയിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചേഞ്ച് വരുത്തേണ്ടത് നമ്മുടെ കോറായിട്ടുള്ള ഐഡൻറ്റിറ്റി ലെവലിലായിരിക്കണം. ആക്ഷൻസ് ലെവലിൽ മാറ്റി കഴിഞ്ഞാൽ അതിന് ഇത്രയേ ഉള്ളൂ ഇമ്പോർട്ടൻസ്. അല്ലെങ്കിൽ ബിലീഫ് സിസ്റ്റത്തിൽ വരുത്താണെങ്കിൽ അതിന് ഇത്രയേ ഉള്ളൂ. കാരണം ബിലീഫ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിലുള്ള എന്തൊരു കാര്യവും അതിനപ്പുറത്തേക്ക് നമ്മളെ പോകാനായിട്ട് അത് സമ്മതിക്കില്ല എന്നുള്ളതാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം ബിലീഫ് സിസ്റ്റത്തിനെ കോൺട്രഡിക്റ്റ് ആയിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക, വൈരുദ്ധ്യമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് വിചാരിക്കുക, ബിലീഫ് സിസ്റ്റം അത് അക്സെപ്റ്റ് ചെയ്യില്ല. ബിലീഫ് സിസ്റ്റം അത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മളത് ട്രൈ ചെയ്യില്ല. അപ്പോൾ ആ ഒരു റിയാലിറ്റി, ആ ഒരു ചേഞ്ച് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിയാലിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയും അതിനനുസരിച്ച് മാറും. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ബിലീഫ് സിസ്റ്റം നമുക്ക് ഉപകരിക്കുന്ന രീതിയിലാക്കണമെങ്കിൽ നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ടത് നമ്മുടെ ഐഡൻറ്റിറ്റി ലെവലിലായിരിക്കണം. അപ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൽ, അതായത് അയാം, ഞാനാകുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ ക്രിയേഷൻ ഈക്വൽ ടു അറ്റൻഷൻ എന്നതാണെങ്കിൽ ആ ക്രിയേഷനിൽ ഞാൻ പറയുന്ന ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, അറ്റൻഷൻ കൊടുക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അയാം എന്ന് പറഞ്ഞ് എനിക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളായിരിക്കണം. അങ്ങനെ എനിക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ അറ്റൻഷനിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ളൊരു റിയാലിറ്റി നമുക്ക് ബിൽഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇവിടെ ഈ ക്രിസ് ലാംഗൻ പറഞ്ഞു തരുന്ന കോഗ്നിറ്റീവ് തിയററ്റിക് മോഡൽ ഓഫ് യൂണിവേഴ്സ് എന്ന് പറയുന്നൊരു സംഭവം വളരെ പവർഫുൾ ആയിട്ടൊരു കാര്യമാണ്. സംഭവം വളരെ നിസ്സാരമായി തോന്നിയേക്കാം, പക്ഷേ അതിൽ പറയുന്ന ഈ 5 പ്രിൻസിപ്പിൾസും അത് നമുക്ക് നമ്മുടെ ലൈഫിൽ സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റിയാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ നമുക്കുണ്ടാകുന്നത് വളരെ അത്ഭുതകരമായ കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ കുറേയധികം പുരോഗതി കൈവരിക്കാൻ ഈ പറയുന്ന റിയാലിറ്റിയുടെ ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ സ്നേഹം ഒരു ലൈക്കായിട്ടോ വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇവയിലൂടെ ഷെയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വീഡിയോ കുറേയധികം ആളുകളിലേക്ക് എത്തുന്നതിന് അത് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ഇതുപോലെ കുറേ ഉപകരിക്കുന്ന നല്ല വീഡിയോസായി ഇനിയും എനിക്ക് വരാൻ സാധിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.